ദിലീപ് എന്ന നടൻ തെങ്കാശിപ്പട്ടണം, ജോക്കർ തുടങ്ങിയ സിനിമകളിലൂടെ 2000 എന്ന വർഷം ഒരു വലിയൊരു താരമായി വളർന്നു തുടങ്ങി. ഇത് ശരിക്കും ബാധിച്ചിട്ടുള്ള ഒരു നടനാണ് ജയറാം. അതുവരെ 90കളിൽ ഒരു ജനപ്രിയ നായകൻ എന്ന ലേബിൾ തിളങ്ങിയിരുന്ന ജയറാമായിരുന്നു. ഒരു 2000-നൊക്കെ ശേഷം ജയറാമിന്റെ ഒരു പടങ്ങൾ ഒന്ന് താഴാൻ തുടങ്ങി, ദിലീപ് കയറാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ജയറാമിന്റെ കുറെ വർഷത്തെ സിനിമകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. 2000 എന്ന വർഷവും പറഞ്ഞു. ഇന്നിപ്പോ ഞാൻ പറയാൻ പോകുന്നത് 2001 ആ ഒരു വർഷത്തെ ജയറാമിന്റെ സിനിമകളെ കുറിച്ചാണ്. ഇതിൽ ആദ്യത്തെ ഒരു സിനിമ വക്കാലത്ത് നാരായണൻകുട്ടി. ഈ സിനിമ 2001 ഫെബ്രുവരിയിലാണ് റിലീസ് ആവുന്നത്. എനിക്ക് കൃത്യ ഡേറ്റ് ഓർമ്മയില്ല, പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത് ഫെബ്രുവരിയിലാണ്. തൃശ്ശൂർ ജോസ് തിയേറ്ററാണ് ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നത്. ആ സമയത്ത് തന്നെ ദിലീപിന്റെ ദോസ്ത് കൈരളി തിയേറ്ററിൽ, രണ്ടും ഏതാണോ ആദ്യം ഇറങ്ങിയെന്ന് അറിയില്ല, എങ്കിലും രണ്ടും ഏകദേശം ഒരേ സമയത്തുണ്ട്. ദോസ്ത് ഭയങ്കര സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് വക്കാലത്ത് നാരായണൻകുട്ടി ഇറങ്ങുന്നത്. ടി കെ രാജീവ് കുമാറാണ്, നല്ലൊരു ഡയറക്ടറാണ്. ചാണക്യം പോലത്തേക്ക് ഗംഭീര സിനിമകൾ ചെയ്തിട്ടുള്ള ഡയറക്ടറാണ്. വക്കാലത്ത് നാരായണൻകുട്ടി ശരിക്ക് ഒരു എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ അതിനെതിരെ കേസ് കൊടുക്കുന്ന, നിങ്ങൾ പലരും ആ സിനിമ കണ്ടിട്ടുണ്ടാവും. ജയറാമും മുകേഷും നല്ലൊരു ക്യാരക്ടറാണ്. ജയറാമിന്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ പി ബാലചന്ദ്രൻ. അദ്ദേഹം അതിൽ ജയറാമിന്റെ അച്ഛനായിട്ടൊക്കെ അഭിനയിക്കുന്നു, മന്യ നായികയായിട്ട്. നല്ല രസമുള്ള കുറെ പാട്ടുകളുണ്ട്, കുറെ രസമുള്ള കുറച്ച് സീൻസ് ഒക്കെ സിനിമയിലുണ്ട്. കലാഭൻ മണി അതിൽ ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണുള്ളത്. ബോബി കൊട്ടാരക്കരയുടെ അവസാനത്തെ സിനിമയാണെന്ന് തോന്നുന്നു എനിക്കതിൽ. അതിൽ ബോബി കൊട്ടാരക്കരയും നന്ദും ഒക്കെ ഉണ്ട് അതിൽ. ബോബി കൊട്ടാരക്കര ലാസ്റ്റ് സിനിമയാണ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ 44-45 വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമ ശരിക്ക് തൃശ്ശൂരുള്ള നിങ്ങളുടെ നവാബ് രാജേന്ദ്രൻ, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു തൃശ്ശൂർ. അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും ഇടപെട്ട് കേസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ലൈഫിനൊക്കെ ഒരു ഇൻസ്പയർ ചെയ്തിട്ടാണെന്നൊക്കെ അന്ന് തൃശ്ശൂർക്കാരുടെ ഇടയിലൊക്കെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഈ വക്കാലത്ത് നാരായണൻകുട്ടി അങ്ങനെ വലിയ ഒരു സൂപ്പർ ഹിറ്റ് അല്ല, പക്ഷെ കുഴപ്പമില്ലാതെ കാണാൻ പറ്റിയ ഒരു സിനിമ എന്ന രീതിയിലാണെന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അങ്ങനെ പോയ ഒരു സിനിമയാണ്. പിന്നെ ഉള്ളൊരു സിനിമ ഷാർജ ടു ഷാർജ. അതും വലിയ സൂപ്പർ ഹിറ്റ് അല്ല, പക്ഷെ ഇന്ന് ആ സിനിമ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് അതിലെ പാട്ട്, 14 രാവ് എന്നുള്ള ഒരു പാട്ട്. അതിപ്പോ ഈ അടുത്തും ആശകളായിരം എന്ന് പറഞ്ഞ സിനിമയിൽ അതിന്റെ ഒരു റീമിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എം ജി ശ്രീകുമാറാണ്, വിനീത് ശ്രീനിവാസാണ് ഇപ്പൊ പാടിയത്. പക്ഷെ ആ പാട്ട് ഒരു അതിഗംഭീര പാട്ടൊക്കെ ഒന്നും അന്നും ഗാനമേളകളിലൊക്കെ സ്ഥിരമുണ്ടായിരുന്നു. രസമുള്ള ഒരു സിനിമയാണ്. ഈ പറഞ്ഞ ഒരു ആൾമാറാട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ അത് എവിടേക്കോ അതിന്റെ സ്ക്രിപ്റ്റ് കുറച്ചൊക്കെ പാളി പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും അതങ്ങനെ വലിയൊരു ബ്ലോക്ക് ബസ്റ്ററിലേക്ക് പോവാതിരുന്നത്. അതേപോലെ ഇറങ്ങിയ മറ്റൊരു സിനിമയാണ് നാറാണത്ത് തമ്പുരാൻ. അത് ഓണത്തിന് കുറച്ച് മുമ്പ്, 2001 ഓണത്തിന് മുമ്പാണ് എന്നാണ് എന്റെ ഓർമ്മ, ഇറങ്ങിയത്. അത് കൈരളി തിയേറ്ററിലാണ് ഇറങ്ങിയത്. ഷാർജ ടു ഷാർജ ജോസിലോ സ്വപ്നയിലോ തിയേറ്ററിലോ, തൃശ്ശൂർ സ്വപ്ന തിയേറ്ററിലോ ആണ് ഇറങ്ങിയത്. അല്ലെ ഷാർജ ടു ഷാർജ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. വക്കാലത്ത് നാരായണൻകുട്ടി ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള സിനിമയാണ്. വിജി തമ്പി ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഈ വക്കാലത്ത് നാരായണൻകുട്ടി അന്ന് ഇപ്പൊ പറഞ്ഞ പോലെ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ എവിടേക്കോ അതൊരു സീരിയസ് മൂഡിലോട്ടും ഒക്കെയാണ് ആ ഒരു സിനിമ പോയത്. അതുകൊണ്ടായിരിക്കും അതും അങ്ങനെ വലിയൊരു വിജയത്തിലേക്ക് പോകാതിരുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ 3 സിനിമകളും അങ്ങനെ വൻ വിജയങ്ങളല്ല. അതിൽ വക്കാലത്തും ഷാർജ ടു ഷാർജയാണ് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ ഓടിയത്. നാറാണത്ത് തമ്പുരാൻ പിന്നെയും ഒറ്റടിക്ക് വീണു എന്നുള്ളതാണ് എന്റെ ഒരു അറിവ് കേട്ടോ. എനിക്ക് ഇപ്പോഴും കൃത്യമായിട്ട് എന്റെ ബോക്സ് ഓഫീസ് അറിയില്ല. എന്തായാലും ഒന്നും ബ്ലോക്ക് ബസ്റ്റർ അല്ല. അപ്പുറത്ത് ദിലീപ് ഇങ്ങനെ ബ്ലോക്ക് ബസ്റ്റേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദോസ്ത്, അത് കഴിഞ്ഞ് പറക്കും തള്ളിക. ആ സമയത്താണ് ജയറാമിന് ഒരു ആവറേജിലോട്ട് ഇങ്ങനെ ഒതുങ്ങിപ്പോയിരുന്നത്. പിന്നെ ഒരു സിനിമ എം ടിയുടെ സ്ക്രിപ്റ്റ്. ജയറാമിന്റെ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ക്യാരക്ടർ തന്നെയാണ് തീർത്ഥാടനം. അത് ശരിക്കും എം ടിയുടെ തന്നെ വാനപ്രസ്ഥം എന്ന ആ ഒരു കഥേനെ ബേസ് ചെയ്തിട്ടുള്ളത്. ജയറാമും സുഹാസിനിയാണ് അതിൽ നായകന്മാരായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അത് തൃശ്ശൂർ ശ്രീ തിയേറ്ററിലാണ് അന്ന് ഇറങ്ങിയത്. അത് ചെറിയ കുറച്ച് ദിവസം, അതിന് അങ്ങനത്തെ ഒരു സിനിമയാണ്. അത് കുറെ ഫെസ്റ്റിവൽസിലൊക്കെ അത് ഒരുപാട് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് അവാർഡ് അന്ന് ജയറാമിന് ഒരു സ്പെഷ്യൽ ജൂറിയാണ്. ജയറാമിന് അന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ ജയറാമിന് അന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ല. ഒരു സ്പെഷ്യൽ ജൂറി അവാർഡാണ്. സുഹാസിനി ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു. അതുപോലെ കെ എസ് ചിത്രയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അന്ന് അവാർഡ് ബെസ്റ്റ് ആക്ടർ കിട്ടിയത് മുരളിയാണ്, നെയ്ത്തുകാരനെ. അപ്പൊ തീർത്ഥാടനം അങ്ങനെ ആ ഒരു കാറ്റഗറിയിലുള്ള ഒരു സിനിമ. ഇതുപോലെ മറ്റൊരു സിനിമ, ഇതുപോലെയല്ല ഞാൻ പറഞ്ഞ മറ്റൊരു സിനിമ ഉത്തമൻ. ആ ഒരു ഉത്തമൻ എന്ന സിനിമയും ഇതേപോലെ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അനിൽ ബാബുവിന്റെ പട്ടാഭിഷേകമൊക്കെ സ്നേഹമൊക്കെ സ്നേഹം സ്നേഹമല്ല പട്ടാഭിഷേകത്തിന്റെ ഡയറക്ടറാണ് അനിൽ ബാബു ആണ് ഇപ്പൊ ഉത്തമൻ ചെയ്തിട്ടുള്ളത്. സ്നേഹം അതുപോലെ തന്നെ പട്ടാഭിഷേകം, ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് തന്നെയായിരുന്നു ഉത്തമൻ ചെയ്യാറുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു അവര് വേറെ പ്രൊഡ്യൂസേഴ്സിന് അത് കൊടുക്കണത്. ജയറാമിന്റെ തന്നെ അടുത്ത സുഹൃത്തായ ബാലു, അദ്ദേഹമാണ് ഈ 2 സിനിമ പട്ടാഭിഷേകവും സ്നേഹവും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്.
ഉത്തമന് അവരായിരുന്നു പ്രൊഡക്ഷൻ തുടങ്ങി, പക്ഷെ വേറെ ആൾക്കാർക്ക് അത് കൊടുക്കണം, എന്തൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തോന്നുന്നു. കാരണം ആ സിനിമ കുറെ ഡിലേ ആയിട്ടാണ് ഉത്തമൻ റിലീസ്. അതിലെ പാട്ടുകളൊക്കെ അന്ന് ഓൾറെഡി ഇറങ്ങിയിരുന്നു, 2000-ലോ എന്തോ പാട്ടുകളൊക്കെ ഇറങ്ങിയിരുന്നു. ഉത്തമനും അന്ന് തിയേറ്ററിൽ പ്രതീക്ഷയോടുകൂടി വന്നു, പക്ഷെ ഉത്തമനും തിയേറ്ററിൽ അങ്ങനെ വലിയ വിജയമായില്ല. ഉത്തമനും തീർത്ഥാടനത്തിനും കൂടിയായിരുന്നു ജയറാമൻ ആ സമയത്ത് അവാർഡൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അന്ന് ഏഷ്യാനെറ്റ് അവാർഡ് ജയറാമിന് കിട്ടിയിട്ടുണ്ട്, ഉത്തമനും അതുപോലെ തന്നെ ഈ പറയുന്ന തീർത്ഥാടനത്തിനുമായിട്ട്. പക്ഷെ തിയേറ്ററിക്കലി അത് വലിയ വിജയമല്ല. പക്ഷെ ഉത്തമൻ സിനിമ നമുക്ക് നല്ല രസമുള്ള സിനിമയാണ്. അതില് ബാബു ആന്റിയുടെ ക്യാരക്ടറൊക്കെ കുറെ നാളുകൾക്ക് ശേഷം ബാബു ആന്റിയുടെ ഒരു റീ എൻട്രി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ബാബു ആന്റി വിഗൊന്നും ഇല്ലാതെ, അത് നമ്മൾ മുടി വളർത്തിയിട്ടുള്ള ബാബു ആന്റിനെ കണ്ടിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഒരു വിഗൊന്നും ഇല്ലാത്ത വരുന്ന, അതായത് അദ്ദേഹം കുറച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിന് പിന്നെ മുടി കുറച്ച് കഷണ്ടിയൊക്കെ വന്നു തുടങ്ങിയ സമയമാണ്. അങ്ങനെ വന്ന ഒരു ക്യാരക്ടറായിരുന്നു അതിലെ ബാബു ആന്റിയുടെ. മേഘനാഥന്റെ ക്യാരക്ടർ സിദ്ദിഖിനും അന്ന് ഏഷ്യാനെറ്റ് അവാർഡോ ആ ഒരു ഉത്തമനും രാവണ പ്രഭുവിനും കൂടിയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. കുറെ പേർക്ക് അവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടി, പക്ഷെ സിനിമ പേരെടുത്തെങ്കിൽ വിചാരിച്ച പോലെ ബോക്സ് ഓഫീസിൽ അങ്ങനെ വിജയമാവാതെ പോയി. പിന്നെ സിനിമ വൺ മാൻ ഷോ. ഇവർന്ന് ഷാഫി എന്ന് പറയുന്ന ഡയറക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റാഫി മക്കാട്ടി സ്ക്രിപ്റ്റ് എഴുതിയ സിനിമ 2001 ക്രിസ്മസ് സീസണിൽ, അന്ന് ആ ക്രിസ്മസിന് ആദ്യം പ്രജ ഇറങ്ങി, പ്രജയും കുറച്ച് ഡിലേ ആയിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ലോഹിദാസ് ദിലീപിന്റെ സൂത്രധാരൻ, ഇപ്പുറത്ത് വൺ മാൻ ഷോ. പിന്നെ ജഗബോഗ എന്നൊരു സിനിമയുണ്ട്. ഇത്തരം സിനിമകളായിരുന്നു ആ ഒരു ക്രിസ്മസ് സീസൺ ഉണ്ടായിരുന്നത്. പിന്നെ കബി ഖുഷി കബീഗം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും വലിയ വിജയമായി പോയില്ല. വൺ മാൻ ഷോയും നമുക്കറിയാം, ഷാഫി തന്നെ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളത് വൺ മാൻ ഷോനാണ്. അത് കഴിഞ്ഞ് കല്യാണരാമൻ എത്തിക്കുന്ന വൺ മാൻ ഷോന്റെ പകുതി എഫേർട്ട് പോലും ഇട്ടില്ല. വലിയ ടെൻഷനൊന്നും ഇല്ലാത്ത ഒരു കഥയാണ് അതിൽ പറഞ്ഞത്, പ്രണയവും കല്യാണവും മാത്രം. പക്ഷെ കല്യാണരാമൻ വൻ ഹിറ്റായി. ഈ സിനിമ വൺ മാൻ ഷോ രസമുള്ള സിനിമയാണ്. ഞാൻ തൃശ്ശൂർ ജോസ് തിയേറ്റർ കണ്ടിട്ട് സിനിമയാണ്. എനിക്ക് അതിലെ പാട്ടുകളൊക്കെ നല്ല രസമാണ്. ആ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിൽ റോസാപ്പൂ എന്നുള്ളൊരു പാട്ട്, അത് കഴിഞ്ഞ് ഇവരെല്ലാരും കൂടിയുള്ള ഒരു പാട്ട്, എല്ലാം നല്ല കളർഫുൾ. ഒരു തെങ്കാശി പട്ടണത്തിന് ശേഷം, തെങ്കാശി പട്ടണം നമുക്ക് അതിന്റെ ഒരു പോസ്റ്ററൊക്കെ ലാലും സുരേഷ് ഗോപിയും ദിലീപും, അതേപോലെ ഇതിലൊരു പോസ്റ്റർ ആയിരുന്നു ലാലും ജയറാമും കലാഭവൻ മണിയും. അപ്പൊ അതേപോലെ രണ്ട് നായികമാർ ഇതിൽ, മഞ്ഞയുണ്ട്, സംയുക്ത വർമ്മയുണ്ട്. അപ്പൊ എല്ലാവരും തെങ്കാശി പട്ടണമൊക്കെ പോലെ ഒരു കളർഫുൾ എന്റർടൈനർ സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചായിരിക്കാം വന്നത്. പക്ഷെ അത്തരത്തിലൊരു സിനിമ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സിനിമ വലിയ വിജയത്തിലേക്ക് പോകാതിരുന്നത്. അപ്പൊ എന്തായാലും ഇത്രയും സിനിമകളാണ് ജയറാമിൻ്റെതായിട്ട് ആ വർഷം തിയേറ്ററിൽ ഇറങ്ങിയത്. ഇതിലൊന്നും തന്നെ അങ്ങനെ വലിയ ബ്ലോക്ക് ബസ്റ്ററോ സൂപ്പർ ഹിറ്റുകളിലേക്കോ പോയില്ല എന്നുള്ളതാണ്. സിനിമകൾ ചെയ്തു, എല്ലാം ഒരു ആവറേജോ ഒരു അബോവ് ആവറേജോ മാത്രമായിട്ട് പോയി. അപ്പോൾ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമകളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഈ സിനിമ നിങ്ങളൊക്കെ ഒന്ന് തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, എനിക്കൊന്ന് ചിലപ്പോൾ എല്ലാവർക്കും കൂടുതൽ വൺ മാൻ ഷോയും ഷാർജ ടു ഷാർജയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ കണക്ട് ആവുന്നത്. ഷാർജ ടു ഷാർജ അന്ന് എനിക്ക് തിയേറ്ററിൽ നിന്ന് മിസ്സായതാണ്. പക്ഷെ കുറെ പേര് എനിക്ക് അറിയുന്നവരാണ് അന്ന് തിയേറ്ററിൽ പോയി കണ്ടിട്ട്. ഷാർജ ടു ഷാർജയും നാറാണത്ത് തമ്പുരാനും ഏകദേശം ഒരേ സമയത്ത് ഇറങ്ങിയതുകൊണ്ട് നാറാണത്ത് തമ്പുരാനെക്കാട്ടും കൂടുതൽ ആളുകൾക്ക് അന്ന് ഷാർജ ടു ഷാർജയാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളതൊക്കെ അന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ നിങ്ങളുടെ ഓർമ്മകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നമുക്ക് കമന്റ് ചെയ്യുക.